അയ്യപ്പന്റെ 4 കിലോ സ്വർണം അടിച്ചുമാറ്റിയവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയെന്നും കുറ്റക്കാരെ സർക്കാരും ദേവസ്വം ബോർഡും സംരക്ഷിക്കുന്നുവെന്നും വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. അയ്യപ്പ സംഗമത്തിന് മങ്ങലേൽപ്പിക്കാനുള്ള പാഴ്ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് ദേവസ്വം മന്ത്രി മറുപടി നൽകി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല. സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം തികഞ്ഞ കാപ്പട്യമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. സ്വർണ്ണപ്പാളി വിവാദം അയ്യപ്പ സംഗമത്തിന് ശോഭ കെടുത്താനാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മീഡിയ വണ്ണോട് പറഞ്ഞു. ഇതുപോലെ സബ്ജുഡീസ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട്. പല സർക്കാരിന്റെ സമയത്തൂടെ എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രീസിഡൻസ് ഇവിടെയുണ്ട്. ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്, ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തികഞ്ഞ കാപട്യമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2018 ഉണ്ടായ സംഭവങ്ങൾ കേരള ജനത മറന്നിട്ടില്ല, വിശ്വാസികൾ ആരും മറന്നിട്ടില്ല. ഞാനും ശബരിമലയിൽ പോകുന്ന എല്ലാ വർഷവും സ്ഥിരമായി പോകുന്ന 34 വർഷമായിട്ട് പോകുന്നൊരു വിശ്വാസിയാണ്. ഞങ്ങളെല്ലാം മാനസികമായി ഇത്രയേറെ വേദനിപ്പിച്ച സംഭവം 2018 പോലെ സംഭവം ഉണ്ടായിട്ടില്ല. ആ 2018 കഴിഞ്ഞിട്ട് 2026 ഒരു അയ്യപ്പ സംഗമം 8 വർഷം കഴിഞ്ഞിട്ട്, അതും ഒക്ടോബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ, മാർച്ചിൽ നിയമസഭാ ഇലക്ഷൻ. ഞങ്ങൾ വളരെ സുതാര്യമായിട്ടാണ് അത് ചെയ്തത്. ഞങ്ങൾക്ക് ഏതാണ്ടൊരു 4 ലക്ഷം പേരുടെ ഡേറ്റ ഉണ്ട്. ഞങ്ങൾക്ക് ലോകത്താകമാനമുള്ള 4 ലക്ഷമല്ല, ഒരു 15 ലക്ഷത്തോളം ആളുകളുടെ ഡേറ്റ ഞങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് 3 വർഷമായി തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന 4 ലക്ഷം പേർ, അവരിൽ നിന്നാണ് ഈ 5450 പേർ ഏറ്റവും ഒടുവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് വന്നത്. അതിലാദ്യം രജിസ്റ്റർ ചെയ്ത ആളുകൾ, ആദ്യത്തെ രജിസ്റ്റർ ചെയ്ത 3250 പേർ, അവർക്കാണ് ഞങ്ങളിതിൽ അയച്ചിരിക്കുന്നത്. മാനദണ്ഡം അത്രയേ ഉള്ളൂ. ശബരിമല ഭക്തരായിരിക്കണം, ശബരിമലയിൽ ദർശനം നടത്തുവാൻ നിരന്തരമായി വരുന്നവരായിരിക്കണം. അതിലാദ്യം രജിസ്റ്റർ ചെയ്ത 3000 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തു. വളരെ സുതാര്യമായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. RB സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, സ്വർണ്ണപ്പാളിയുടെ കനം കുറഞ്ഞതും ഈ അവസാന നിമിഷം മലബാർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയും ഉൾപ്പെടെ ആയുധമാക്കി. അത്തരം ആയുധങ്ങളെല്ലാം ഈ സംഗമത്തിനെതിരെ തിരിച്ചുവിട്ട് ഈ സംഗമത്തിന്റെ ശോഭ കെടുത്താനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷം തുടരുമ്പോഴും വിവാദങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദേവസ്വം ബോർഡും സർക്കാരും നാളെ ഈ സംഗമം തുടങ്ങുമ്പോൾ എത്ര കണ്ട് അതിൻ്റെ ഒരു പൊലിമയിലൂടെ തന്നെ അത് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ നിലവിൽ സർക്കാരിനുണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്. അതിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സൈഫുദ്ദീൻ, രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒരു ശമനവുമില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ ഇപ്പോഴും പ്രതിപക്ഷവും BJPയും ശക്തമായിട്ടുള്ള എതിർപ്പ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വശത്ത് നടക്കുമ്പോഴും ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് പമ്പയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നിലായി കാണുന്നതാണ് പ്രധാനപ്പെട്ട വേദി. അതിനോടൊപ്പം തന്നെ മറ്റ് 2 വേദികൾ കൂടി ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് 2018 സർക്കാർ എടുത്ത നിലപാടും മറ്റു കാര്യങ്ങളുമായിരുന്നു. അന്നുണ്ടായിട്ടുള്ള പ്രക്ഷോഭവും ആരും തന്നെ മറന്നിട്ടില്ല. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ആഗോള അയ്യപ്പ സംഗമത്തിനെ എതിർക്കുന്നത്. ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലായിരുന്നു ഈ വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്തെഴുതി കുറെ ചോദ്യങ്ങളടക്കം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് എടുത്ത കേസുകളൊക്കെ എഴുതി തള്ളാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുമോ എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന ഈ പാപഭാരവും പേരെക്കൊണ്ട് അദ്ദേഹം എങ്ങനെ പമ്പയിൽ കാലുകുത്തും, അങ്ങനെ കാലുകുത്തിയാണെങ്കിൽ അദ്ദേഹം വിയർത്തു പോകുമെന്നുള്ള ആക്ഷേപം അടക്കമാണ് ഉന്നയിക്കുന്നത്. അതേപോലെ വൈരുദ്ധാത്മക ഭൗതികവാദം പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ശരണം വിളിക്കാൻ കഴിയുമോ എന്നുള്ള പരിഹാസം അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മറു ചോദ്യമായിട്ട് ഭരണപക്ഷത്തിനെതിരെ തിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് സർക്കാർ പറയുമ്പോഴും ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ്. ഇവിടുത്തെ വികസനവും ശബരിമലയിലെ വികസനവും അതേപോലെ തന്നെ ശബരിമലയിലെ മാറ്റങ്ങൾക്കും വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത് പറയുമ്പോഴും രാഷ്ട്രീയമില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 9:30 ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ രാഷ്ട്രീയം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമായിട്ട് നിലനിൽക്കുകയാണ്. NSSും
അതേപോലെ തന്നെ SNDP അടക്കം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് പിന്തുണ അറിയിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് BJPയും പരിഗണനയാവുകയാണ്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ BJPയുടെ കോർ കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ പക്വതയില്ലാതെയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരെ പറഞ്ഞത്. NSSന്റെയും SNDPയുടെയും നിലപാട് നോക്കാതെ അദ്ദേഹം സംസാരിച്ചതടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പറയുമ്പോഴും ഇനി പറയേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഈ സർക്കാർ എടുത്ത നിലപാട് യുവതി പ്രശ്നം ബന്ധപ്പെട്ട ഒരു നിലപാടെത്തിരുന്നു, അത് സുപ്രീം കോടതിയിൽ തിരുത്താൻ തയ്യാറാവുമോ ദേവസ്വം ബോർഡും? രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെ പിന്തുണച്ച ആ ഒരു നിലപാട് മാറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷം ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഏതായാലും 3000 പേരുടെ രജിസ്ട്രേഷൻ അടക്കം പൂർത്തിയാക്കി നാളെ ഈ പരിപാടി നടത്താൻ തന്നെയാണ് അതിന്റെ അവസാനവട്ട തയ്യാറെടുപ്പുകളെല്ലാം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം കൂടി ചേരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനത്തെ മന്ത്രിമാർ 25 രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള പ്രതിനിധികളടക്കം പമ്പയിൽ എത്തുമ്പോൾ അവർക്ക് വേണ്ട സുരക്ഷയും കാര്യങ്ങളും ഒക്കെ ഒരുക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട SP ആനന്ദിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉന്നത യോഗം ഈ പ്രധാനപ്പെട്ട വേദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 വേദികളുണ്ട്. ഈ കാണുന്ന പ്രധാനപ്പെട്ട വേദിയിലാണ് ഉദ്ഘാടന പരിപാടിയും അതുപോലെ സമാപന സമ്മേളനവും അതേപോലെ പ്രധാനപ്പെട്ട ചർച്ചയും നടക്കുന്നത്. 3 വേദികളിലും 3 വ്യത്യസ്ത വിഷയങ്ങൾ നാളെ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ആദ്യത്തെ വേദിയിൽ നടക്കുന്നത്. രണ്ടാമത്തെ വേദിയിൽ ആത്മീയ ടൂറിസം സർക്യൂട്ടായിട്ട് ശബരിമലയെ എങ്ങനെ മാറ്റാം എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. മൂന്നാമത്തെ വേദിയിലാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുക. സൈഫുദ്ദീൻ, വിവാദങ്ങളും വിമർശനങ്ങളും തിരിച്ചടികളും ഒരു ഭാഗത്ത് തുടരുമ്പോഴും അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് തന്നെ പോകുന്നു. ദേവസ്വം ബോർഡും സർക്കാരും അവസാനവട്ട തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുന്നു. നാളെ അയ്യപ്പ സംഗമം തുടങ്ങും. വിശദാംശങ്ങൾ നൽകിയത് RB സനൂപ്.